ജൻസി കലാപം നേപ്പാളിൽ പുതിയ രാഷ്ട്രീയ മാനങ്ങൾ രചിക്കുമ്പോൾ വീണ്ടും ഒരു ഭരണമാറ്റത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ് പശുപതിയുടെ നാട്. രാജവാഴ്ചയിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നേപ്പാളിന്റെ യാത്ര ഇന്നും ബാലാരിഷ്ടതകൾ നിറഞ്ഞതാണ് എന്ന് ലോകം വീണ്ടും തിരിച്ചറിയുന്നു. എന്നാൽ നേപ്പാൾ എന്ന കൊച്ചു രാജ്യത്തിന്റെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് യുവരാജാവ് ദീപേന്ദ്ര ഷാദേവ് ആണ്. 2001 ജൂൺ 1 രാത്രി നേപ്പാളിലെ കാഠ്മണ്ഡുവിലുള്ള നാരായൺ ഹിതി കൊട്ടാരത്തിൽ അരങ്ങേറിയത് ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ്. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജവംശത്തെ മുഴുവൻ തുടച്ചു നീക്കിയ ആ കൂട്ടക്കൊലയുടെ പിന്നിലെ ദുരൂഹതകൾ ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ ഒന്നായി അവശേഷിക്കുന്നു. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം നേപ്പാളിന്റെ കിരീടാവകാശിയായ യുവരാജാവ് ദീപേന്ദ്ര മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട അവസ്ഥയിൽ സ്വന്തം കുടുംബാംഗങ്ങളെ വെടിവെച്ചു വീഴ്ത്തുകയും പിന്നീട് സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. രാജകുടുംബം പതിവായി ഒരുമിച്ച് കൂടാറുണ്ടായിരുന്ന ഒരു വെള്ളിയാഴ്ച രാത്രിയിലാണ് ദുരന്തം നടക്കുന്നത്. ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് ദീപേന്ദ്ര തന്റെ മുറിയിൽ നിന്ന് സൈനിക യൂണിഫോം ധരിച്ച് നിരവധി ആയുധങ്ങളുമായി വരികയും കുടുംബാംഗങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. ആ രാത്രിയിൽ രാജാവ് ബീരേന്ദ്രയും രാജ്ഞി ഐശ്വര്യയും ഉൾപ്പെടെ 9 പേരാണ് കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ദീപേന്ദ്ര പിന്നീട് ആശുപത്രിയിൽ വെച്ച് കോമ അവസ്ഥയിലായിരിക്കുമ്പോൾ രാജാവായി പ്രഖ്യാപിക്കപ്പെട്ടു. 3 ദിവസത്തിനു ശേഷം ദീപേന്ദ്രയും മരണത്തിന് കീഴടങ്ങി. ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് ദീപേന്ദ്രയുടെ പ്രണയ വിവാഹത്തിന് കുടുംബം എതിര് നിന്നതാണ് ഈ ക്രൂരകൃത്യത്തിന് കാരണമാകുന്നത്. ദീപേന്ദ്ര രാജകുമാരൻ ഇംഗ്ലണ്ടിൽ വെച്ച് പരിചയപ്പെട്ട ദേവയാനി റാണയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ രാജകുടുംബം ഈ ബന്ധത്തിന് എതിരായിരുന്നു. റാണ കുടുംബം നേപ്പാളിലെ ഉന്നതകുല ജാതരായിരുന്നുവെങ്കിലും അവർക്ക് ഷാ രാജവംശവുമായി പഴയ കാലങ്ങളിൽ ശത്രുതയുണ്ടായിരുന്നു. കൂടാതെ ദേവയാനിയുടെ മാതാവ് ഇന്ത്യയിലെ ഒരു രാജകുടുംബത്തിൽ നിന്നുള്ളവളും പിതാവ് നേപ്പാളിലെ രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനമുള്ളയാളുമായിരുന്നു. ഈ രാഷ്ട്രീയ ബന്ധങ്ങളും ജാതി വ്യവസ്ഥയിലെ സൂക്ഷ്മമായ വേർതിരിവുകളും ദീപേന്ദ്രയുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സമായി. വിവാഹത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കിരീടാവകാശം നഷ്ടപ്പെടുത്തുമെന്ന് ദീപേന്ദ്രയെ ഭീഷണിപ്പെടുത്തിയിരുന്നു അത്രേ. ഈ ഭീഷണികളിൽ നിന്ന് ഉടലെടുത്ത കോപമാണ് കൂട്ടക്കൊലയിലേക്ക് നയിച്ചതെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ഔദ്യോഗിക വിശദീകരണങ്ങൾ നിലനിൽക്കെ തന്നെ ഈ സംഭവത്തെ ചുറ്റിപ്പറ്റി നിരവധി ചോദ്യങ്ങളും ദുരൂഹതകളും ഉയർന്നു. കൂട്ടക്കൊല നടന്ന സമയത്ത് കൊട്ടാരത്തിൽ ഇല്ലാതിരുന്നത് ദീപേന്ദ്രയുടെ അമ്മാവനും പിന്നീട് രാജാവായി കിരീടമേറ്റ ജ്ഞാനേന്ദ്ര ബിർ വിക്രം ഷാദേവ് മാത്രമായിരുന്നു. ജ്ഞാനേന്ദ്രയുടെ കുടുംബാംഗങ്ങൾക്കും നിസ്സാര പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലൂടെ ജ്ഞാനേന്ദ്രയുടെ ഗൂഢാലോചനയാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന സംശയവും പലരും ഉന്നയിച്ചു. ദീപേന്ദ്ര വലത് കയ്യനായിരുന്നിട്ടും സ്വയം വെടിയുതിർത്തതിന്റെ പരിക്ക് തലയുടെ ഇടത് ഭാഗത്തായിരുന്നു എന്ന് റിപ്പോർട്ടിൽ കാണിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ അതീവ സുരക്ഷയുണ്ടാകുന്ന കൊട്ടാരത്തിൽ ഒരു രാജകുമാരൻ തോക്കുമായി അക്രമാസക്തനാകുമ്പോൾ തടയാൻ ആരുമില്ലായിരുന്നോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. ആക്രമണത്തെ അതിജീവിച്ച ചിലർ ദീപേന്ദ്രയ്ക്കൊപ്പം മറ്റു ചിലർ കൂടി ആക്രമണത്തിൽ പങ്കെടുത്തതായും പറയുന്നു. ചിലർ മുഖംമൂടി ധരിച്ച് ദീപേന്ദ്ര കണ്ടു എന്ന മൊഴി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം നൽകാത്തതിനാൽ നേപ്പാളിലെ ജനങ്ങൾക്കിടയിൽ ഔദ്യോഗിക ഭാഷ്യം വിശ്വാസ്യത നേടിയില്ല. പലരും പുതിയ രാജാവായ ജ്ഞാനേന്ദ്രയെ സംശയത്തോടെയാണ് കണ്ടത്. കൂട്ടക്കൊലയ്ക്ക് ശേഷം നേപ്പാളിലെ രാജവാഴ്ചയ്ക്ക് ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടു. രാജാവായി സ്ഥാനമേറ്റ ജ്ഞാനേന്ദ്ര തന്റെ സഹോദരനായ ബീരേന്ദ്രയെ പോലെ ജനകീയനായിരുന്നില്ല. 2005 ജ്ഞാനേന്ദ്ര ഭരണം തന്റെ കയ്യിലെടുക്കുകയും ജനാധിപത്യ ഭരണകൂടത്തെ പിരിച്ചുവിട്ട് പൂർണ്ണ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. ഈ നീക്കം ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. മാവോയിസ്റ്റ് കലാപവും ജനാധിപത്യ പ്രക്ഷോഭങ്ങളും കൂടുതൽ ശക്തി പ്രാപിച്ചു. ഒടുവിൽ 2008 നേപ്പാൾ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. അതോടെ 240 വർഷം പഴക്കമുള്ള ഷാ രാജവംശത്തിന്റെ ഭരണം അവസാനിച്ചു. രാജകീയ കൂട്ടക്കൊല ഒരു രാജവംശത്തിന്റെ തകർച്ചയ്ക്ക് വഴി തുറന്ന നിർണായക സംഭവമായി ചരിത്രത്തിൽ അടയാളപ്പെട്ടു. നേപ്പാളിൽ ഇന്ന് രാജവാഴ്ചയില്ല. നാരായൺ ഹിതി കൊട്ടാരം ഒരു മ്യൂസിയമാക്കി മാറ്റി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയിട്ടുണ്ട്. നേപ്പാളിന്റെ ചരിത്രത്തിലെ ആ ഇരുണ്ട അധ്യായത്തെക്കുറിച്ച് പഠിക്കാൻ ആളുകൾ ഇന്നും ഈ മ്യൂസിയം സന്ദർശിക്കുന്നു. രാജവംശം അവസാനിച്ചെങ്കിലും ആ രാത്രി നടന്ന സംഭവങ്ങളുടെ ദുരൂഹതകൾ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ഈ സംഭവം ഒരു വ്യക്തിയുടെ മാനസിക വിഭ്രാന്തിയായിരുന്നോ അതോ ഒരു രാജവംശത്തെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നോ എന്നതിന് ഇന്നും വ്യക്തതയില്ല.